നമ്മൾ ഇന്ന് പഠിക്കുന്നത് എഫ് ബ്ലോക്ക് അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെൻസിനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിളിൽ 6, 7 പീരിയഡിൽ വരുന്ന എലമെൻസാണ് എഫ് ബ്ലോക്ക് എലമെൻസ്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ആൻറ്റി പെനൽറ്റിമേറ്റ് എഫ് സബ്ഷെല്ലിലാണ്. നമുക്ക് പീരിയോഡിക് ടേബിൾ ശ്രദ്ധിക്കാം. 6ാമത്തെ പീരിയഡിൽ ലാന്തനം എന്ന എലമെന്റിന് ശേഷം വരുന്ന സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 14 എലമെന്റ്സ്. അതുപോലെ 7th പീരിയഡിൽ ആക്ടിനീയത്തിന് ശേഷം വരുന്ന തോറിയം മുതൽ ലൗറേൻഷ്യം വരെയുള്ള 14 എലമെന്റ്സ്. ഈ എലമെന്റ്സിനെയാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫൈനൽ ഇലക്ട്രോൺ വരുന്നത് ആൻറ്റി പെനൽറ്റിമേറ്റ് എഫ് സബ്ഷെല്ലിലാണ്. ഇതിൽ 6ാമത്തെ പീരിയഡിൻ്റെ ഭാഗം സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 14 എലമെന്റ്സ്. അവ റെയർ എർത്ത് മെറ്റൽസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ലാന്തനം എന്ന എലമെന്റിന് ശേഷം വരുന്നത് കൊണ്ടാണ് നമ്മൾ അവയെ ലാന്തനൈഡ്സ് അഥവാ ലാന്തനോൺസ് എന്ന് വിളിക്കുന്നത്. ലാന്തനത്തിനും ഈ 14 എലമെന്റ്സുമായി പ്രോപ്പർട്ടീസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ലാന്തനത്തെയും നമ്മൾ ലാന്തനോൺസിൻ്റെ പാർട്ടായി പരിഗണിക്കാറുണ്ട്. ജനറൽ റെപ്രസെൻറ്റേഷൻ പ്രകാരമാണെങ്കിൽ നമ്മൾ LN എന്നാണ് ഈ എലമെന്റ്സിൻ്റെ സിമ്പൽ സൂചിപ്പിക്കുന്നത്. സോ നമുക്ക് ആദ്യം ലാന്തനോൺസിനെ കുറിച്ച് പഠിക്കാം. ഇവ റെയർ എർത്ത് മെറ്റൽസ് എന്നുകൂടി അറിയപ്പെടുന്നു. അതായത് എർത്തിൻ്റെ ക്രിസ്റ്റിൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ ഇവയുടെ കോമ്പൗണ്ട്സ് ഉള്ളൂ. ഏറ്റവും റിച്ചായി ഈ ഓർസ് അല്ലെങ്കിൽ ഈ കോമ്പൗണ്ട്സ് ഉള്ളത് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയയിലാണ്. പ്രത്യേകിച്ച് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ചവറ, നീണ്ടകര തുടങ്ങിയ കോസ്റ്റൽ ഏരിയയിൽ ഈ എലമെൻസിൻ്റെ പ്രധാന ഓറായ മോണസൈറ്റ് സാൻഡ് അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണ് എങ്കിൽ 6th പീരിയഡിൻ്റെ പാർട്ടാണ്. ശരിക്ക് ഡി ബ്ലോക്കിൻ്റെ അഥവാ ട്രാൻസിഷൻ എലമെൻ്റ് പാർട്ടാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇവിടെ 6th പീരിയഡിൽ CCF-ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 6s1 എന്നാണ്. ബേരിയം 6s2. ഇനി വരുന്ന ലാന്തനം 6s2 5d1. അതിനുശേഷം 4f-ലാണ് ഇലക്ട്രോൺസ് വരുന്നത്. സോ സീറിയം 6s2 5d1 4f1 then 4f2 up to 4f14. സോ നമുക്ക് ഇവയുടെ ജനറൽ കോൺഫിഗറേഷൻ എഴുതാം. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ns2, പെനൽറ്റിമേറ്റ് അഥവാ n-1 ഡിയിൽ 1 ഇലക്ട്രോൺ, ദെൻ ആൻറ്റി പെനൽറ്റിമേറ്റ് n-2 എഫിൽ 1 to 14. മിക്കവാറും എലമെൻസിന് ആ ഡി സബ്ഷെല്ലിലെ 1 ഇലക്ട്രോൺ അവിടെ ഒക്കുപ്പൈ ചെയ്യാറില്ല. അത് ചിലപ്പോൾ എഫിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. സോ ഡിയിൽ 1 ഇലക്ട്രോൺ ഉണ്ടാകണം നിർബന്ധമില്ല, ചിലപ്പോൾ 0 ഉണ്ടാവുള്ളൂ. സോ ലാന്തനോൺസിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ ns2 n-1 ഡിയിൽ 0 to 1 n-2 എഫിൽ 1 to 14. ഇതേ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ് ആക്ടിനോൺസിനും ഉള്ളത്. നമുക്ക് ആദ്യം ലാന്തനോൺസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പരിഗണിക്കാം. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. എന്നാൽ ലാന്തനോൺസ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറില്ല. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ, പെനൽറ്റിമേറ്റ് ഷെല്ലിലെ 1 ഇലക്ട്രോൺ, ആ 3 ഇലക്ട്രോൺ മാത്രമേ സാധാരണ ലോസ് ചെയ്യാറുള്ളൂ. സോ ലാന്തനോൺസ് കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 3 ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാന്തനോൺസിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്
+3 ആണ്. അപൂർവം ചില എലമെൻറ്റ്സ് മാത്രം +4 അല്ലെങ്കിൽ +2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അത് F14 എന്ന കംപ്ലീറ്റ്ലി ഫിൽഡ്, അല്ലെങ്കിൽ F7 എന്ന ഹാഫ് ഫിൽഡ്, അല്ലെങ്കിൽ F0 എന്ന കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള കോൺഫിഗറേഷൻ എടുക്കുന്നത്. ഉദാഹരണമായി സീറിയം എന്ന് പറയുന്ന എലമെന്റ്, അവിടെ 4 ഇലക്ട്രോൺസ് ലോസ് ചെയ്താൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകും, അഥവാ F0 എന്ന കോൺഫിഗറേഷൻ വരും. അങ്ങനെ കോൺഫിഗറേഷൻ വരാൻ വേണ്ടി സീറിയം +4 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. +4 എന്ന അയോൺ തരുന്നു. എങ്കിൽ പോലും അത് അൺസ്റ്റേബിൾ ആണ്. അത് വളരെ ഈസിയായി സീറിയം 3 പോസിറ്റീവായിട്ട് മാറും, ഒരു ഇലക്ട്രോൺ കൂടി ഗെയിൻ ചെയ്ത്. അതുകൊണ്ട് തന്നെ സീറിയം 4 സോൾട്സ് നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. സീറിയത്തെ പോലെ ടെർബിയം എന്ന എലമെന്റ് 4 ഇലക്ട്രോൺസ് ലോസ് ചെയ്താൽ F7 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടുന്നു. സോ സീറിയവും ടെർബിയവും +4 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇട്ടേർബിയം എന്ന എലമെന്റ്, ദെൻ യൂറോപ്യം എന്ന എലമെന്റ്, അവിടെ 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്താൽ F14 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷനും F7 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷനും കാണിക്കുന്നു. ആ 2 എലമെന്റ്സ് +2 കാണിക്കുന്നു. സോ ജനറലായി ഓർത്തിരിക്കുക, ലാന്തനോൺസിന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് മിക്കവയും പാരാമാഗ്നറ്റിക് ആയിരിക്കും. ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് പാരാമാഗ്നറ്റിക്കായി ആക്ട് ചെയ്യുന്നത്. ബട്ട് F0 അല്ലെങ്കിൽ F14 എന്ന കോൺഫിഗറേഷനാണ് ഉള്ളതെങ്കിൽ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ പോലും ഉണ്ടായിരിക്കില്ല. ഉദാഹരണമായി സീറിയം 4 പോസിറ്റീവ് അല്ലെങ്കിൽ ലാന്തനം 3 പോസിറ്റീവ്, അവയ്ക്ക് രണ്ടിനും F0 എന്ന കോൺഫിഗറേഷനാണ്. ദെൻ ലുട്ടീഷ്യം 3 പോസിറ്റീവ്, ഇട്ടേർബിയം 2 പോസിറ്റീവ്, അവിടെ F14 എന്ന കോൺഫിഗറേഷനാണ്. അങ്ങനെ F0 അല്ലെങ്കിൽ F14 എന്ന കോൺഫിഗറേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതേപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ ഇവയുടെ മെറ്റൽ അയോൺസ് കളേർഡ് ആയിരിക്കും. അക്വസ് മീഡിയത്തിൽ എഫ് ഓർബിറ്റൽ 2 സെറ്റായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ലോവർ എനർജി എഫ് ഓർബിറ്റലിൽ നിന്നും ഹയർ എനർജി എഫ് ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ DD ട്രാൻസിഷൻ പഠിച്ചിരുന്നു. അതുപോലെ FF ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. അങ്ങനെ FF ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിൾ ആയതുകൊണ്ട് എഫ് ബ്ലോക്ക് എലമെന്റിന്റെ അയോൺസ് കളേർഡ് ആയിരിക്കും. ഇവിടെയും F0 അതുപോലെ F14 എന്നീ കോൺഫിഗറേഷൻ ഉള്ള എലമെന്റ്സ്, ഇറ്റ്സ് മെറ്റൽ അയോൺസ് കളർലെസ് ആയിരിക്കും. ബാക്കി എല്ലാ മെറ്റൽ അയോൺസും കളേർഡ് ആയിരിക്കും. നമുക്ക് അടുത്തതായി ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡി ബ്ലോക്കിനേക്കാൾ മോർ റിയാക്റ്റീവാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇവിടെ ലാന്തനോൺസിലെ ഫസ്റ്റ് മെമ്പേഴ്സ് കാൽസ്യം പോലെ അല്ലെങ്കിൽ കാൽസ്യത്തെ പോലെ റിയാക്റ്റീവാണ്. എന്നാൽ ലാസ്റ്റ് മെമ്പേഴ്സ് അലുമിനിയം പോലെ അത്ര റിയാക്റ്റീവ് അല്ല. ജനറലായി പറയുകയാണെങ്കിൽ കാൽസ്യത്തോടാണ് ഇവയുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് കൂടുതൽ സിമിലാരിറ്റി ഉള്ളത്. എല്ലാം സിൽവറി വൈറ്റ് മെറ്റൽസ് ആണ്. വളരെ ഈസിയായി എയറിൽ ടാർണിഷ് ചെയ്യപ്പെട്ട് അതിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. സോ ലാന്തനൈഡ് എലമെന്റ്സ് എയറിലെ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് അവയുടെ കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. LnOH 3 ടൈംസ്. മെറ്റൽ ഹൈഡ്രോക്സൈഡിനെ പോലെ ഇവയും ബേസിക് ആണ്. അതുപോലെ തന്നെ കാർബണുമായി ട്രീറ്റ് ചെയ്താൽ ഇവ കാർബൈഡ്സ് ഫോം ചെയ്യുന്നു. വേരിയസ് കാർബൈഡ്സ് ഫോം ചെയ്യാറുണ്ട്. ഉയർന്ന ടെമ്പറേച്ചറിലാണ് ഇവ കാർബൈഡ് ഫോം ചെയ്യുന്നത്. നൈട്രജനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഇവ നൈട്രൈഡും
ഫോം ചെയ്യാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ലാന്തനൈഡ് മെറ്റൽ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ അറ്റോമിക് സൈസിൽ വരുന്ന വേരിയേഷനാണ്. ലാന്തനൈഡ്സിൽ ന്യൂക്ലിയർ ചാർജ് ഒരു യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് ഗ്രാജുവലായി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലാന്തനൈഡ് ആറ്റംസിൻ്റെ അല്ലെങ്കിൽ Ln3 പോസിറ്റീവ് അയോൺസിൻ്റെ സൈസിലുണ്ടാകുന്ന ആ സ്റ്റഡി അല്ലെങ്കിൽ സ്ലോ ഡിക്രീസിനെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ സീറിയം എന്ന എലമെൻ്റ് മുതൽ ലുട്ടീഷ്യം എന്ന് പറയുന്ന എലമെൻ്റ് വരെ പോകുമ്പോൾ ഓരോ സക്സസീവ് മെമ്പേഴ്സിൻ്റെയും സൈസിലുണ്ടാകുന്ന ഡിക്രീസ് വളരെ കുറവാണ്. 2 പൈക്കോമീറ്ററിൻ്റെയോ മറ്റോ വ്യത്യാസമേ ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ ആ സ്ലോ, അത് സ്റ്റഡി ഡിക്രീസാണ്. ആ ഡിക്രീസിനെയാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ലാന്തനൈഡ്സിൻ്റെ സൈസിൽ ഇങ്ങനെ വളരെ സ്ലോ ആയ അല്ലെങ്കിൽ സ്റ്റഡി ഡിക്രീസ് ഉണ്ടാകുന്നത്? ഇവിടെ ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ് 6s ഇലക്ട്രോൺസ് ഉള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള 5th ഷെല്ല്, ദെൻ പ്രീ പെനൾട്ടിമേറ്റ് 4th ഷെല്ലിലാണ് ഫൈനൽ ഇലക്ട്രോൺ വരുന്നത്. സീറിയത്തിൽ നിന്നും ലുട്ടീഷ്യത്തിലോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് ഒരു യൂണിറ്റ് വീതം ഇൻക്രീസ് ചെയ്യുന്നു. പുതുതായി ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് ആൻറ്റി പെനൾട്ടിമേറ്റ് 4f സബ്ഷെല്ലിലാണ്. 4f സബ്ഷെല്ലിന് വളരെ ഡിഫ്യൂസ്ഡായ ഷേപ്പാണുള്ളത്. അതുകൊണ്ട് 4f ഇലക്ട്രോൺസിന് ഷീൽഡിംഗ് എഫക്റ്റ് അഥവാ സ്ക്രീനിങ് എഫക്റ്റ് വളരെ പുവറാണ്. സോ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷനെ ഈ 4f ഇലക്ട്രോൺസ് ഒട്ടും തന്നെ ബ്ലോക്ക് ചെയ്യുന്നില്ല. അതിനാൽ സൈസ്, ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും സൈസ് ഗ്രാജുവലായി കുറഞ്ഞു വരുന്നു. സോ ലാന്തനൈഡ് കോൺട്രാക്ഷൻ്റെ കാരണം 4f ഇലക്ട്രോൺസിൻ്റെ പൂവർ ഷീൽഡിംഗ് എഫക്റ്റാണ്. എന്തൊക്കെയാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ്റെ കോൺസിക്വൻസസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലാന്തനൈഡ്സിന് സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആ എലമെൻസിന് അല്ലെങ്കിൽ അവയുടെ അയോൺസിന് സൈസിലുണ്ടാകുന്ന വേരിയേഷൻ വളരെ ലോവറാണ്. അതുകൊണ്ട് തന്നെ അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. അവ നേച്ചറിൽ അവയുടെ ഓറിൽ ഒരുമിച്ചായിരിക്കും കാണപ്പെടുന്നത്. സോ ഇറ്റ്സ് സെപ്പറേഷൻ ഈസ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴിയാണ് നമ്മൾ ലാന്തനൈഡ് ഓറിൽ നിന്നും ലാന്തനൈഡ് മെറ്റൽ ആറ്റംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കോൺസിക്വൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലാന്തനൈഡ് മെറ്റൽ ആറ്റംസിന് അല്ലെങ്കിൽ അയോൺസിൽ സൈസിലുണ്ടാകുന്ന വേരിയേഷൻ വളരെ ലോവറാണ്. അതുകൊണ്ട് അവയുടെ കെമിക്കൽ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. അതിനാൽ ഓറിൽ ആ എലമെൻറ്റ്സ് ഒരുമിച്ചായിരിക്കും കാണപ്പെടുന്നത്. സോ അവയുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. രണ്ടാമത്തെ കോൺസിക്വൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. 3D സീരീസിനേക്കാളും സൈസ് കൂടുതലാണ് 4D സീരീസിന്. അതിലും സൈസ് കൂടുതലാവണം 5D സീരീസിന്. ബട്ട് 4D സീരീസിനും 5D സീരീസിനും സിമിലർ സൈസാണുള്ളത്. ഇവിടെ 4D സീരീസിനേക്കാളും 5D സീരീസ് വരുമ്പോൾ ന്യൂക്ലിയർ ചാർജ് 32 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ അഡീഷനായി വരുന്ന ആ 4f ഇലക്ട്രോൺസ്, ആ 4f ഇലക്ട്രോൺസിന് ഷീൽഡിംഗ് എഫക്റ്റ് വളരെ പൂവർ ആയതുകൊണ്ട് ഇവിടെ ഒട്ടും തന്നെ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. 4D സീരീസിൻ്റെയും 5D സീരീസിൻ്റെയും അറ്റോമിക് സൈസ് സിമിലർ ആണ്. എസ്പെഷ്യലി 4th ഗ്രൂപ്പിൽ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം, 4th ഗ്രൂപ്പിലെ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം, ഈ എലമെൻസിൻ്റെ അറ്റോമിക് സൈസിൽ 1 പൈക്കോമീറ്ററിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും സിമിലർ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവ ഓറിൽ ഒരുമിച്ചായിരിക്കും കാണപ്പെടുന്നത്. അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം ഡിഫിക്കൽട്ടാണ്. അതേപോലെ നോബിയം, ടൻഡാലം തുടങ്ങിയ എലമെൻസും ഓറിൽ ഒരുമിച്ചായിരിക്കും കാണപ്പെടുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ആക്ടിനോൺസ് ആണ്. നമ്മൾ കണ്ടു 7th പീരീഡിൽ ആക്ടീനിയം എന്ന എലമെൻറ്റിന് ശേഷം വരുന്ന 14 എലമെൻസിനെയാണ്
ആക്ടിനോൺസ് എന്ന് പറയുന്നത്. ഈ ആക്ടിനോൺസ് എല്ലാം റേഡിയോ ആക്റ്റീവാണ്. ഇവിടെ യുറേനിയത്തിന് ശേഷമുള്ള എലമെൻറ്റ്സ് നമ്മളതിനെ ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. അവയെല്ലാം മാൻമെയ്ഡ് അഥവാ സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്. ലാന്തനോണിനെ അപേക്ഷിച്ച് ആക്ടിനോൺസ് മോർ റിയാക്റ്റീവാണ്. അതിന് കാരണം ലാന്തനോൺസിലെ 4f ഇലക്ട്രോൺസ് ഒരിക്കലും റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാറില്ല. എന്നാൽ ആക്ടിനോൺസിലെ 5f ഇലക്ട്രോൺസ് കുറേ കൂടി എക്സ്പാൻഡഡ് ആണ്. അതുകൊണ്ട് 5f ഇലക്ട്രോൺസ് റിയാക്ഷനെ ഇൻവോൾവ് ചെയ്യുന്നു. സോ ആക്ടിനോൺസിൻ്റെ റിയാക്ഷൻസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. പോരാത്തതിന് അവ റേഡിയോ ആക്റ്റീവും കൂടിയാണ്. ദെൻ ലാന്തനോൺസ് +3 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ് കാണിക്കുന്നത്. ആക്ടിനോൺസിൻ്റെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 തന്നെയാണ്. 7s നിന്ന് 2, 6d നിന്ന് 1, അങ്ങനെ 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നു. സോ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ബട്ട് ഇവിടെ 7s, 6d, 5f ഈ ഓർബിറ്റൽസ് തമ്മിൽ എനർജിയിൽ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. സോ 5fലെ ഇലക്ട്രോൺസിനെയും ഇത് ലോസ് ചെയ്യാറുണ്ട്. സോ +3ക്ക് പുറമെ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ദെൻ നമുക്ക് ലാന്തനോൺസും ആക്ടിനോൺസും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കണ്ടിരുന്നു ലാന്തനോൺസ് ഒന്നും തന്നെ റേഡിയോ ആക്റ്റീവ് അല്ല. ഇവിടെ പ്രൊമീഡിയം എന്ന് പറയുന്ന എലമെൻറ്റ്സ് മാത്രമേ റേഡിയോ ആക്റ്റീവ് ഉള്ളൂ. അതേസമയം ആക്ടിനോൺസ് എല്ലാം റേഡിയോ ആക്റ്റീവാണ്. സെക്കൻഡ് ഡിഫറൻസ്, ലാന്തനോൺസ് +3 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രം കാണിക്കുന്നു. അതേസമയം ആക്ടിനോൺസ് +3ക്ക് പുറമെ അഥവാ അവ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ദെൻ ആക്ടിനോൺസ് ലാന്തനോൺസിനേക്കാൾ മോർ റിയാക്റ്റീവാണ്. ലാന്തനോൺസ് പൊതുവെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തരാറില്ല. എന്നാൽ ആക്ടിനോൺസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തരാറുണ്ട്. ലാന്തനൈഡ് കോൺട്രാക്ഷനെ പോലെ തന്നെ ആക്ടിനൈഡ് കോൺട്രാക്ഷനും ഉണ്ട്. ഇവിടെ 4f ഓർബിറ്റലിനേക്കാളും വളരെ പുവർ ഷീൽഡിംഗ് എഫക്റ്റാണ് 5f ഇലക്ട്രോൺസിനുള്ളത്. അതുകൊണ്ട് എലമെൻറ്റ് ടു എലമെൻറ്റ് ആക്ടിനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. ബട്ട് അതിൻ്റെ റിയാക്ഷൻസ് കോംപ്ലിക്കേറ്റഡ് ആണ്, റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത്. അടുത്തായി എന്തൊക്കെയാണ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രധാന യൂസസ്? എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ അലോയ്സ്, എസ്പെഷ്യലി ലാന്തനൈഡ് അലോയ്സ് വളരെയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് മിഷ് മെറ്റൽ. മിഷ് മെറ്റൽ എന്നത് നിയർലി 95% ലാന്തനൈഡ് മെറ്റൽസും അതിൽ സീറിയം തന്നെയാണ് പ്രധാനമായും ഉള്ളത്. 5% അയണുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ബുള്ളറ്റ്, ഷെല്ല്, അതുപോലെ തന്നെ ലൈറ്റർ, ഫ്ലിൻറ്റ് ഇവയെല്ലാം നിർമ്മിക്കാനായി മിഷ് മെറ്റൽ യൂസ് ചെയ്യുന്നു. മിക്സഡ് ലാന്തനൈഡ് കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യാറുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ മിക്സഡ് ലാന്തനൈഡ്സ് കാറ്റലിസ്റ്റായി യൂസ് ചെയ്യുന്നു. ദെൻ തോറിയം, യുറേനിയം പോലെയുള്ള എലമെൻറ്റ്സ് ന്യൂക്ലിയർ ഫ്യൂവലായി ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. സം ലാന്തനൈഡ് മെറ്റലിൻ്റെ ഓക്സൈഡ്സ് TV സ്ക്രീൻസിൽ ഫോസ്ഫോറസ് പെയിൻറ്റ് നിർമ്മിക്കാനായി യൂസ് ചെയ്യുന്നു. നമ്മളിവിടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനും കൂടി നോക്കാം. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിലാണ് പ്രധാനപ്പെട്ട മെറ്റൽസായ അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ എലമെൻറ്റ്സ് വരുന്നത്. കൺസ്ട്രക്ഷന് വേണ്ടി പ്രധാനമായും യൂസ് ചെയ്യുന്നത് അയണും അയണിൻ്റെ അലോയ്സുമാണ്. കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയവ കോയിനേജ് മെറ്റൽസ് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് നിർമ്മിക്കാനായും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ഫ്യൂച്ചർ മെറ്റൽ എന്ന് ടൈറ്റാനിയത്തെ പറയാറുണ്ട്. അതുപോലെ മിക്കവാറും മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ കോമ്പൗണ്ട്സ് കാറ്റലിസ്റ്റായി യൂസ് ചെയ്യുന്നുണ്ട്. കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻഡോക്സൈഡ്, അതുപോലെ ഹേവർ പ്രോസസ്സിൽ അയൺ തുടങ്ങിയവ കാറ്റലിസ്റ്റായി യൂസ് ചെയ്യുന്നു.